ഗുഡ് മോർണിംഗ്. സാധാരണ വീക്കെൻഡുകളിലൊക്കെ കിച്ചണിലെ ബോട്ടിലുകളൊക്കെ എന്തായാലും റീഫിൽ ചെയ്യേണ്ടി വരും. മിക്കപ്പോഴും തമ്പുരു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു അരമണിക്കൂർ എടുത്ത് ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുമോ, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വെക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യും. ഒരു ടൈം വെച്ചിട്ട് കയറുന്നത് കൊണ്ട് ജോലി പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നുകയും ചെയ്യും. ഇതൊരു ശനിയാഴ്ച ദിവസമാണ്. ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെയും കൂടെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആഴ്ച ഫുൾ അങ്ങനെ ഭയങ്കര ധൃതി വെച്ച പണിയൊന്നും ചെയ്യേണ്ടതായിട്ട് കാണത്തില്ല. ഇന്നലെ വെജിറ്റബിൾസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോക്സുകളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് എല്ലാത്തിനെയും ഒന്ന് ഓർഡറാക്കി ഫ്രിഡ്ജിലേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് വെക്കേണ്ടത് അങ്ങനെയും വെച്ചു. മിക്കപ്പോഴും ശനിയും ഞായറും പുറത്തൊക്കെ പോകുന്നത് കൊണ്ട് ഒരുപാട് സമയം അങ്ങനെ കിച്ചണിൽ നിൽക്കാനുള്ള ടൈമൊന്നും കാണത്തില്ല. അപ്പോൾ ഉള്ള സമയത്ത് നിന്ന് ഞാൻ ഒരു അരമണിക്കൂർ എടുത്തിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വെക്കുകയും പിന്നെ ഒരു മുറി തേങ്ങ, അതായത് 2 ദിവസത്തേക്കുള്ള തേങ്ങയൊക്കെ സാധാരണ ചിരകി വെക്കാറുള്ളൂ, ഒത്തിരി ദിവസത്തേക്ക് വെക്കത്തില്ല. പിന്നെ വീട്ടിലെന്തെങ്കിലും പച്ചക്കറികൾ നിൽപ്പുണ്ടെങ്കിൽ അതും ആഴ്ച അവസാനമായിരിക്കും എടുക്കുന്നത്. അതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി അടച്ച് ഫ്രിഡ്ജിലാക്കി വയ്ക്കും. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി അങ്ങനത്തെ സാധനങ്ങളും കൂടെ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ടിഷ്യൂ ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് നനവൊക്കെ മാറ്റി നല്ലവണ്ണം തുടച്ചിട്ട് അതും കൂടെ ഫ്രിഡ്ജിൽ വെക്കും. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് സമയം വെച്ച് ഒരു ദിവസം എടുത്തിട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് രാവിലെ പോകുമ്പോൾ ഇങ്ങനെ ധൃതി വെച്ചിട്ട് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒന്നും കാണത്തില്ല. 1 മണിക്കൂറൊക്കെ കിച്ചണിൽ നിന്ന് ഇറങ്ങാവുന്ന പണികളൊക്കെ കാണത്തുള്ളൂ. എന്തായാലും വീക്കെൻഡൊക്കെ ആകുമ്പോൾ നോൺ വെജ് വാങ്ങിച്ചിരിക്കും. അപ്പോൾ അതും നമ്മൾ കറി വയ്ക്കുന്ന ദിവസം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതൊക്കെ കൂടെ കഴുകിയിട്ട് അതും ഫ്രീസറിൽ വെച്ചിരിക്കും. പിന്നെ എന്തായാലും ഞാൻ ഒരു ദിവസം തൈര് കുറച്ച് ഉണ്ടാക്കി വെച്ചിരിക്കും. കറി വയ്ക്കുകയോ അല്ലെങ്കിൽ സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ദോശയ്ക്കോ അപ്പത്തിനോ അരി അരച്ച് വയ്ക്കുന്ന ദിവസമാണെങ്കിൽ ഒരു ദിവസം ദോശയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇഡലിക്ക്, അങ്ങനെ 2 ദിവസത്തേക്ക് കണക്ക് കൂട്ടിയാണ് മാവ് അരയ്ക്കുന്നത്. ചപ്പാത്തിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മാവ് കുഴച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കും കൂടെ എടുക്കും. അതായത് ഒരു ദിവസം പൂരിയാണെങ്കിൽ അടുത്ത ദിവസം ചപ്പാത്തി, അങ്ങനെ 2 പാത്രങ്ങളിലായിട്ട് വെക്കും. 2 ദിവസത്തേക്കുള്ളത് മാത്രമേ അങ്ങനെ ചെയ്ത് വയ്ക്കത്തുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ ഒന്നുകിൽ അരി അരയ്ക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചത്തക്കാളി നിൽപ്പുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെടിയുടെയൊക്കെ എടുത്തൊന്ന് കുറച്ച് സമയം നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ സന്തോഷങ്ങൾ. എനിക്ക് ഈ ചെടി നടുന്നത്, അങ്ങനെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാകുന്നത്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ വെയിലുകളിലൊക്കെ കഴിഞ്ഞ് നമ്മുടേതായ കാര്യങ്ങൾ, ഹെയറൊക്കെ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് കുളിച്ചിട്ടൊക്കെ വന്ന് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടിരുന്നപ്പോഴാണ് ഞാൻ കുറച്ച് നാളിന് മുന്നേ വാങ്ങിയതാണ് ഒരു കമ്മൽ വയ്ക്കുന്നൊരു ബോക്സ്. അതും മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ജ്വല്ലറി ഐറ്റംസൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി ഈ ഒരു സാധനം. കാരണം എൻ്റെ കയ്യിൽ കുറേ നാളുകളായിട്ട് വാങ്ങി ഒരുപാട് കമ്മലുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോ ബോക്സിലൊക്കെ ഇട്ട് വെച്ചിരുന്ന് ചിലതിൻ്റെയൊക്കെ സ്റ്റോണൊക്കെ പോയി അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഉപകാരമായിരുന്നു. അതിൻ്റെയൊക്കെ റാക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കമ്മലൊക്കെ കുറേ ഇതിനകത്തിടാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇതിലേക്ക് ചെറിയ കമ്മലുകളൊക്കെ ആദ്യം ഇട്ട് എല്ലാം ഒന്ന് ഓർഡറിലാക്കി എടുത്തു. 36 കമ്മൽ ഇതിനകത്ത് വെക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഈ റാക്സൊക്കെ ഇടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, കുറച്ച് വലിയ കമ്മലൊക്കെ ആണെങ്കിൽ അതും വെച്ച് കൊടുക്കാം. പിന്നെ മാലയൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കുറേ കമ്മലുകളൊക്കെ ഇപ്പോൾ ഇതിനകത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയാണ് കിച്ചണിൽ വന്നിട്ട് നമ്മൾ അന്ന് വാങ്ങിച്ച സ്റ്റാൻഡ്. ഇതുവരെ ഞാനന്ന് ബോട്ടിലെല്ലാം ഓർഡറാക്കി വെച്ചില്ലായിരുന്നു. മടി പിടിച്ച് ചില ദിവസമൊക്കെ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ്. ചെറിയ ബോട്ടിലാക്കി എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ജനലിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചത് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ വെച്ച് പെട്ടെന്ന് നമുക്ക് ബോട്ടിലൊക്കെ എടുക്കാവുന്നത് പോലെ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഓരോ ദിവസം മടി പിടിച്ച് അതും അങ്ങ് മറന്നു പോയി. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കുഞ്ഞു ബോട്ടിലാക്കിയ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേയിലയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ സ്റ്റാൻഡിലാക്കി വെച്ചു. ഇത്രയും ചെറിയ ബോട്ടിലായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തീരുമായിരിക്കും. എന്നാലും സാരമില്ല, റീഫിൽ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഗ്യാസിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് പൊടികളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ 2 പൊട്ടുന്നതാണ്. അപ്പോൾ അത് 2 എനിക്ക് ഈ സ്റ്റാൻഡിനകത്ത് വെക്കാനൊരു പേടി. കുറച്ച് നീളമുള്ളതായതുകൊണ്ട് കൈ എങ്ങാനും ചെറുതായിട്ട് തട്ടുമ്പോൾ തന്നെ താഴെ വീഴുമല്ലോ. അതുകൊണ്ട് ഞാൻ ഓയിൽ ബോട്ടിൽ 2 ഫില്ല് ചെയ്തിട്ട് ജനലിൻ്റെ സൈഡിൽ തന്നെ അതങ്ങ് വെച്ചു. പിന്നെ നമ്മൾ അന്ന് നട്ട് വെച്ചിരുന്ന മണി പ്ലാന്റ് ഞാൻ രാവിലെ പണിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് സമയം ഒരു 10-11 മണി വരെ വെയിലത്തെടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും അകത്ത് തന്നെ വയ്ക്കും. അത് ഈ ജനലിൻ്റെ അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിൽ ബോട്ടിൽ അങ്ങേ അറ്റത്തും വെക്കാമെന്ന് ഓർത്തു. പിന്നെ നമ്മുടെ ഉപ്പുഭരണി മൂടി പൊട്ടിപ്പോയ ഉപ്പുഭരണിക്കകത്തിലോട്ട് അന്ന് വാങ്ങിച്ച സ്ട്രോയും സ്പൂണും എല്ലാം
ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ജനലിൻ്റെ സൈഡിൽ തന്നെ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പം എന്തായാലും അതങ്ങ് നടന്നു.